നമസ്കാരം. ഭഗവത്ഗീത 13-ാം അധ്യായം ക്ഷേത്രജ്ഞ വിഭാഗ യോഗം. ഇതിൽ ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ ഇതെന്താണെന്ന് വളരെ വ്യക്തമായി നമ്മൾക്ക് 2-ാമത്തെ ശ്ലോകത്തിൽ ഡിഫൈൻ ചെയ്ത് തരുന്നുണ്ട്. ആ ശ്ലോകം നമ്മൾക്കൊന്ന് പരിശോധിക്കാം. ഇദം ശരീരം കൗന്ഥേയ ക്ഷേത്രമിത്യഭിധീയതേ ഏതദ്യോ വേത്തിദം പ്രാഹോ ക്ഷേത്രജ്ഞ ഇതി തദ്വിദ. അതായത് ഈ ശരീരത്തെ, നമ്മുടെ ഉണ്ടായി മറയുന്ന ശരീരത്തെ ക്ഷേത്രം എന്ന് പറയുന്നു. അത് ജഡരൂപമാണ്. അത് എപ്പോഴാണ് ഇല്ലാതാകുന്നതെന്ന് പറയാൻ കഴിയില്ല. അതിനെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. എന്നാൽ ഇത് ശരീരമാണ് എന്നറിയുന്ന ഒരു ബോധം നമ്മുടെ ഉള്ളിലുണ്ട്. കോൺഷ്യസ്നസ്, ബോധം, ഉണ്മ, അല്ലെങ്കിൽ ആത്മാവ്, ബീയിങ്, സെൽഫ്. അതിനെയാണ് ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലാകമാനം തിങ്ങി വിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മം, അതിനെ നമ്മൾക്ക് ക്ഷേത്രജ്ഞനെന്നും, ഈ പ്രപഞ്ചത്തിലാകമാനം കാണുന്ന നാമരൂപങ്ങളായ അമീബ മുതൽ സൂര്യചന്ദ്രന്മാർ വരെയുള്ള സർവ്വതിനെയും നമ്മൾക്ക് ക്ഷേത്രം എന്നും പറയാം. ക്ഷേത്രം എന്നും ക്ഷേത്രജ്ഞൻ എന്നും പറയുന്ന 2 വസ്തുക്കൾ മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ. അതിൽ ക്ഷേത്രജ്ഞനെ വേണമെങ്കിൽ നമ്മൾക്ക് ദൃക്ക് എന്നും ക്ഷേത്രത്തെ നമ്മൾക്ക് ദൃശ്യം എന്നും പറയാം. ഈ ദൃക്ക് മാത്രമേ സത്യമായുള്ളൂ. ബാക്കി ഉണ്ടായി മറയുന്ന നാമരൂപങ്ങളെല്ലാം തന്നെ ക്ഷണികമാണ്. അതൊന്നും യാഥാർത്ഥ്യമല്ല, അത് ഇല്ലാത്തതാണ്, അത് ഉണ്ട് എന്ന തോന്നലാണ്. നമ്മൾ സന്ധ്യാസമയത്ത് ഒരു കയറ് ചുരുണ്ട് കിടക്കുന്നത് കണ്ടാൽ ചിലപ്പോൾ അത് പാമ്പാണെന്ന് തോന്നാം. കയറ് മാത്രമേ ശരിക്കും അവിടെ ഉള്ളൂ, തോന്നൽ മാത്രമാണ് പാമ്പുണ്ട് എന്ന്. നമ്മൾ ഒരു ലൈറ്റ് അടിച്ച് നോക്കി അത് സത്യം തിരിച്ചറിഞ്ഞാൽ അവിടെ പാമ്പ് ഉണ്ടായിട്ടേ ഇല്ല, കയറ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് മനസ്സിലാവും. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിനെ നിശ്ചലമാക്കിയാൽ നമ്മൾക്ക് ഈ ബോധത്തെ ഗ്രഹിക്കാൻ കഴിയും, അല്ലെങ്കിൽ ബ്രഹ്മത്തെ ഗ്രഹിക്കാൻ കഴിയും. അങ്ങനെ ജ്ഞാനം കൊണ്ട് മാത്രമേ നമ്മൾക്ക് ഇത് മിഥ്യയാണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. നമ്മൾക്ക് അനുഭവതലത്തിൽ നമ്മൾക്ക് ഉണ്ട് എന്ന് തോന്നും, അല്ലെങ്കിൽ ഉണ്ട് എന്ന അനുഭവം ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. ഇത് മിഥ്യയാണെന്ന് മനസ്സിൽ നമ്മൾ വിചാരിച്ചുകൊണ്ട്, മനസ്സിലാക്കിക്കൊണ്ട് അതിഗംഭീരമായി നമ്മൾക്ക് അഭിനയിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഓക്കെ, താങ്ക് യു.